ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു ബക്ലാവ സ്വീറ്റിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. അതിന്റെ ക്രീം, അപ്പൊ ആ ക്രീം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഞാൻ പുറത്തുനിന്നല്ല വാങ്ങുന്ന, ഞാനിവിടെ ക്രീം ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 1 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഒരു സ്വീറ്റാണ്, ഷാബിയ എന്നും പറയും, വഗ്ലാവ എന്നും പറയും. അപ്പൊ അതിന്റെ ഒരു ക്രീമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന, കിഷ്ത ക്രീമാണ്. കിഷ്തയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. 1 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സിമോലീന ഇട്ട് കൊടുക്കാം. ഇത് സിമോലീനയാണ്, റവയാണ്. ഈ റവയെന്ന് കണ്ടല്ലോ, ഇത് റവയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പിന്നെ ബോട്ടൽ കാണിച്ചു തരാനാണ് ഇങ്ങനെ കാണിച്ചു തരണം. ഞാൻ പൊട്ടിച്ച് കണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് ഞാൻ 1 കപ്പ് റവ അളന്നിട്ട് കൊടുക്കാം. 1.5 കപ്പ് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് നീഡോ പൗഡറാണ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ഒരു 2 ടീസ്പൂൺ മതി. ഒരു 1/4 കപ്പ് നോക്കിക്കാണി. ഞാൻ അത്ര എടുത്തുള്ളൂ, ഒരു 2 ടീസ്പൂണേ വരുള്ളൂ, അത്ര എടുത്തിട്ടുള്ളൂ. പഞ്ചസാര ഇതിന് ആവശ്യമില്ല, നമ്മൾ പഞ്ചസാര ഉരുക്കിയാണ് ഒഴിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിന്റെ തീ ഒന്ന് ഓണാക്കാൻ പോവേണ്. ബിസ്മില്ല. കണ്ടല്ലോ, ഇവിടെ നല്ലതായിട്ട് കുറുവി വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ക്രീമാണ്. ഈ അളവ് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ. ഈ അളവില് വ്യത്യാസം നിങ്ങൾ വരുത്തരുത്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ജാസ്മിൻ വാട്ടർ, ബ്ലസം വാട്ടർ, കണ്ടല്ലോ, ബ്ലസം വാട്ടർ ആണ്, ജാസ്മിൻ വാട്ടർ ആണ്. 1 ടീസ്പൂൺ അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ 2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. റോസ് വാട്ടർ ആണ്. എനിക്ക് അളവറിയാം, നിങ്ങൾ അളന്ന് വേണം ഒഴിക്കാൻ കേട്ടാ. 2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. അപ്പൊ രണ്ടും കൂടെ ആകുമ്പോൾ നല്ല ഒരു ഫ്ലേവറും ഒരു സ്മെല്ലൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇനി നമുക്ക് ഇതിൽ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ഇത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കിഷ്ത ക്രീമാണ്. കണ്ടല്ലോ, കിഷ്ത ക്രീമാണ്, പൂക്കിടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതെടുത്താലും കുഴപ്പമില്ല. ഇതിൽ നിന്ന് 2 ടീൻ നമുക്ക് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിനകത്തോട്ട് തട്ടി കൊടുക്കും. കണ്ടല്ലോ, നല്ലോല നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നോക്കിക്കേ, അടിപൊളിയായിട്ടുണ്ട് ക്രീം. ഇതാണ് വക്ലാവയുടെ ക്രീം. ഇത് ഇനി കൂളാവുമ്പോഴത്തേക്ക് നല്ല കട്ടിയാവും കേട്ടാ. ഇതേ കണക്കിന് വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടല്ലോ, ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. കണ്ടോ, ഓക്കെ. ഇത് മസാല ആക്കി വെച്ച വക്ലാവയുടെ മസാല ഉണ്ടല്ലോ. നമുക്ക് വക്ലാവ ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. ഇതാണ് വക്ലാവ. കണ്ടല്ലോ, വക്ലാവ ഫ്രോസനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഉണ്ടാക്കാം. കണ്ടല്ലോ, ഞാൻ ഇതുപോലെ നൂത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നെടുത്ത് നമുക്ക് ഈ ട്രേയിലോട്ട് വിരിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരേ സീറ്റ് എടുക്കുക. ഇതിനകത്തോട്ട് നമുക്കൊന്ന് വിരിച്ചു കൊടുക്കാം. നോക്കിയേ, ഇതുപോലെ നമുക്ക് ഓരോന്ന് നിരത്തി കൊടുക്കാം. ഒരേ ഷീറ്റ് നിരത്തുമ്പം കുറച്ച് ബട്ടർ, നെയ്യ് ഏതെങ്കിലും ഇതിന്റെ മുകളിലോട്ട് ഒന്ന്. കണ്ടല്ലോ, ഇതെല്ലാം ഞാൻ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ നമ്മൾ ഇന്നലെ കാച്ചിയ ക്രീം കിഷ്ത ഉണ്ടല്ലോ, കിഷ്ത ഇതിന്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം. കൈ കൊണ്ട് തന്നെ വെച്ചു കൊടുക്കാം. കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതുപോലെ നിരത്തി വെച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, നല്ല ടൈറ്റ് ആവുമെന്ന്. ടൈറ്റ് ആവണം, ടൈറ്റ് ആയാലേ കഴിക്കാൻ നല്ല സുഖമുണ്ട്. കണ്ടല്ലോ, ഞാൻ എല്ലാം കിഷ്ത വെച്ച് ഇതിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യണമെന്ന് വെച്ചാല് വീണ്ടും നമുക്ക് ഈ പേപ്പർ ഇതിന്റെ മുകളിലോട്ട് നിരത്തി കൊടുക്കണം. കണ്ടല്ലോ, ഞാൻ എല്ലാം നിരത്തി കഴിഞ്ഞു. നമുക്ക് ഇനി ഇതൊന്ന് കട്ടാക്കണം.
എടുക്കണം കേട്ടോ. ഏതെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കണം. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് പുരട്ടി കൊടുക്കാം. കണ്ടല്ലോ, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കത് പിന്നീട് ആ നെയ്യ് ഇത് ആയതിന് ശേഷം നമുക്ക് തിരിച്ചെടുക്കാം. എന്താ ഇതുപോലെ കുറച്ച് നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. 30 മിനിറ്റ്, ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം. കണ്ടല്ലോ 180 ഡിഗ്രി ചൂടും ഒരു 30 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊരു 25 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നോക്കണം കേട്ടോ. കണ്ടോ മക്കളെ, നമ്മളുണ്ടാക്കിയ വക്ലാവ കിഷ്ത കണ്ടല്ലോ. ഈ എണ്ണ ഞാൻ ഇനി തിരിച്ച് ഒരു ബോട്ടലിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടോ, എണ്ണ ഞാൻ ആ എടുത്ത ബോട്ടലിൽ തന്നെ ഞാൻ തിരിച്ച് ഒഴിച്ചു കൊടുക്കും. ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കും. നോക്കിക്കോളി നിങ്ങൾ. ഈ എണ്ണ ഞാൻ ഇതിലോട്ട് നമ്മൾ ഒഴിച്ച എണ്ണ അതിലോട്ട് തിരിച്ച് വീത്തി കൊടുക്കും. കണ്ട, നമ്മൾ അതിൽ വീത്തിയ എണ്ണയെല്ലാം നമുക്ക് തിരിച്ച് ഇതിൽ തന്നെ എടുക്കാൻ കിട്ടും. കണ്ടല്ലോ സ്വീറ്റ്, അതാ നോക്കിയേ. ഇനി നമുക്കതിനകത്തോട്ട് പാനി വീത്തി കൊടുക്കണം. സുക്കറിൻ്റെ ചീനി പാനി നമ്മൾ കാച്ചി വെക്കുമല്ലോ, സുക്കർ സിറപ്പ്, അത് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതെടുത്ത ഉടനെ ചൂടോടെ ഇതുപോലെ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. കണ്ട പഞ്ചസാര കാച്ചിയതാണ്. അത് ഞാൻ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞ് നമുക്കിത് നല്ലപോലെ തണുത്തതിന് ശേഷം ഒന്ന് സർവ് ചെയ്ത് കൊടുക്കാം.